ലോകപ്രശസ്തമായ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ നിന്നും അശുഭകരമായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം എന്ന് പറയുന്നത് ലഡുവാണ്. ആ ലഡുവിൽ ഒരു ലാബിൽ പരിശോധിച്ചപ്പോൾ ആ ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടോ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വെജിറ്റേറിയനായ അല്ലാതെ സസ്യഭുക്കുകളായ വിശ്വാസികൾ, തീർത്ഥാടകർ വന്ന് വളരെ ആദരവോടെ ഭയഭക്തിയോടെ വാങ്ങുന്ന അവിടുത്തെ പ്രധാന പ്രസാദമായ ലഡുവിൽ പന്നിയുടെയും പശുവിൻ്റെയും, അതായത് ബീഫ് ഇറച്ചിക്കൊഴുപ്പ് കണ്ടെത്തി എന്നാണ് ലാബ് പരിശോധനയിലെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാവുന്നത്. വിശ്വാസികൾ ഞെട്ടിയിരിക്കുകയാണ്. ഇതിനുത്തരവാദി ഇപ്പോൾ അധികാരമൊഴിഞ്ഞ YSR കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലമാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടതെന്നാണ് ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. YSR കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ജഗൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ചില മാറ്റങ്ങൾ വരുത്തി തിരുപ്പതിയിൽ. അതായത് നെയ് സപ്ലൈ ചെയ്യുന്ന സ്ഥാപനത്തെ മാറ്റി പുതിയ കമ്പനികൾക്ക് കരാർ കൊടുത്തു. ഇതിൽ ക്രമക്കേടുകളും അഴിമതിയും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ആരോപണം. വൈകാതെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് തിരുപ്പതിയിൽ നിന്നും വരുന്നത്. നമുക്കറിയാം, ലോകത്തെ ഇന്ത്യയിലെ അതിപ്രശസ്തമായ പല ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി. ശബരിമല പോലെ, ഗുരുവായൂർ പോലെ. ഇപ്പം ശബരിമലയിലെ ഏറ്റവും വലിയ പ്രസാദമാണ് ഉണ്ണിയപ്പം, അതുപോലെ അരവണയും ഉണ്ണിയപ്പവും. അതിലെന്തെങ്കിലും മായം കലർന്നാൽ അത് വിശ്വാസികളെ വല്ലാണ്ട് വേദനിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ അടുത്ത കാലത്ത് അവിടുത്തെ അരവണയിലെ ലാബിൽ അരവണ പരിശോധിച്ചപ്പോൾ അതിൽ കീടനാശിനി കണ്ടെത്തി എന്നൊരു ആരോപണം വന്നിരുന്നു. കീടനാശിനി വരാനുള്ള കാരണങ്ങൾ പിന്നീട് കണ്ടെത്തി. അതായത് ഈ അരവണ ഉണ്ടാക്കാൻ ഏലയ്ക്ക സമൃദ്ധമായിട്ട് ഉപയോഗിക്കും. ഉണക്കിയ ഏലയ്ക്കാപ്പൊടിയും അല്ലെങ്കിൽ ഏലയ്ക്ക ഉപയോഗിക്കും. നമുക്കറിയാം, നമ്മുടെ ഇടുക്കിയിലും ഗവിയിലും ഒക്കെ ഏലത്തോട്ടങ്ങളിൽ പോയാൽ ഈ വിഷം, ഈ കീടങ്ങൾ ഏലയ്ക്ക നശിപ്പിക്കാതിരിക്കാൻ ഇതിങ്ങോട്ട് പൂത്തു വരുമ്പോൾ കീടനാശിനിയാണ് അടിച്ച് കയറ്റുന്നത്. അപ്പോൾ ഏലം ഉണങ്ങി വന്ന് മാർക്കറ്റിൽ വരുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം കീടനാശിനി ഇഷ്ടം പോലെ ഉണ്ടാവും. മറ്റ് പച്ചക്കറികളിൽ വരുന്നത് പോലെ, കീടനാശിനി അടിക്കുന്ന മറ്റ് പച്ചക്കറികളിലും വിഷാംശം കാണുന്നത് പോലെ അരവണയ്ക്ക് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഏലക്കായിൽ ഇത് കണ്ടെത്തി. ആ ഏലക്കായിൽ കണ്ട കീടനാശിനിയാണ് ശബരിമലയിൽ നിന്നും വിറ്റ പ്രസാദമായ അരവണയിൽ കണ്ടെത്തിയത്. അതേ തുടർന്ന് ആ ലോഡ് മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. അത്രയും അരവണ പിന്നെ ഭക്തർക്ക് കൊടുത്തില്ല, തീർത്ഥാടകർക്ക്. അത് ദേവസ്വം ബോർഡ് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഇവിടുത്തെ വിഷയം ഇതെങ്ങനെ വന്നു? കഴിഞ്ഞ 15 വർഷമായി തിരുപ്പതി ശ്രീ വെങ്കടേശ്വരന് പ്രസാദത്തിന് നെയ്യ് കൊടുക്കുന്നത് കർണാടക മിൽക്ക് ഫെഡറേഷനായിരുന്നു. കർണാടക സർക്കാരിൻ്റെ സ്ഥാപനം. അവർ കൊടുക്കുന്ന നന്ദിനി നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ 15 വർഷക്കാലം തിരുപ്പതിയിൽ ലഡു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പം ജഗൻ അധികാരത്തിൽ വന്നപ്പോൾ, YSR കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഇവരെ മാറ്റാൻ പറയുന്ന കാരണം ഇവർ നെയ്യുടെ വില അല്പം കൂട്ടിയപ്പോൾ ഇവരെ ഒഴിവാക്കിയിട്ട് കുറഞ്ഞ നിരക്കിൽ വേറെ കമ്പനികൾക്ക് ടെൻഡർ കൊടുത്തു. അപ്പോൾ ഏറ്റവും കുറച്ച് കോട്ട് ചെയ്ത കമ്പനിക്ക് ടെൻഡർ കൊടുത്തപ്പോൾ നന്ദിനി KMF പറഞ്ഞു, കർണാടക മിൽക്ക് ഫെഡറേഷൻ പറഞ്ഞു, അത്രയും കുറഞ്ഞ നിരക്കിൽ തരുന്ന നെയ്യ് ശുദ്ധമായിരിക്കില്ല, അതിൽ മായം ചേർന്നിരിക്കുമെന്ന് അന്നേ KMF മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ജഗൻ ഗവൺമെൻറ് അത് കാര്യമാക്കിയില്ല. ഇപ്പം ലാബ് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് തീർത്ഥാടകരെ, വിശ്വാസികളെ വല്ലാണ്ട് ഞെട്ടിപ്പിക്കും. അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഫോറിൻ ഫാറ്റ് എന്ന ഗണത്തിൽപ്പെടുത്തിയിട്ട് ലാബ് പരിശോധനയിൽ പാം ഓയിലുണ്ട്, ഫിഷ് ഓയിൽ, മീനെണ്ണ, മീനിൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന എണ്ണ, മീനെണ്ണ അതിൻ്റെ അകത്തുണ്ട്. ലഡു കഴിക്കുന്നവരിതൊക്കെ ആലോചിക്കണം. തിരുപ്പതി ലഡുവിൻ്റെ മഹാത്മ്യമാണ് ഈ പറയുന്നത്. മീനെണ്ണയുണ്ട്. ബീഫ് ടാലു എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ, മാംസത്തിൻ്റെ, അതിൻ്റെ ഇറച്ചിയിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ്. ബീഫിൻ്റെ, അതായത് കാളയുടെ മൃഗക്കൊഴുപ്പിനെയാണ് ടാലു എന്ന് പറയുന്നത്.
അതിന് വിളിക്കുന്ന പേരതാണ്. പിന്നെ ലാഡ് കണ്ടെത്തി. ലാഡ് എന്ന് പറഞ്ഞാൽ LARD. ലാഡ് എന്ന് പറഞ്ഞാൽ പന്നി നെയ്യാണ്. പന്നി ഇറച്ചിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വെളുത്ത നെയ്ക്കാണ് ലാഡ് എന്ന് പറയുന്നത്. അപ്പം ലാഡും പന്നി നെയ്യും ബീഫിൻ്റെ നെയ്യും ഇറച്ചിയുടെ നെയ്യും അടക്കമുള്ള 2 മൃഗക്കൊഴുപ്പും അതേപോലെ പാം ഓയിലും, നെയ്ക്ക് പകരം പാം ഓയിലും ഫിഷ് ഓയിലും ഒക്കെ ഇതിനകത്ത് ലഡുവിൽ കണ്ടെത്തിയിരിക്കുക. ലഡു വളരെ ഭക്തി ബഹുമാനത്തോടെ വായിലിട്ട് നുണഞ്ഞ് കഴിക്കുന്ന നമ്മുടെ വിശ്വാസികൾ, തിരുപ്പതിയിൽ പോകുന്നവർ ഇനി എന്ത് ചെയ്യും? ഇപ്പം വിൽക്കുന്ന ലഡു മുഴുവൻ മാറ്റിയിട്ട് ഇപ്പം നായിഡു ഗവൺമെൻറ് വന്നിട്ട് വീണ്ടും മറ്റേ കരാർ പുനഃസ്ഥാപിച്ചു. KMF കർണാടക മിൽക്ക് ഫെഡറേഷനുമായിട്ട് സ്ഥാപിച്ചിട്ട് ഇപ്പം അടുത്ത സമയത്ത് അവർ നന്ദിനി നെയ്യ് വീണ്ടും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾ നടന്ന ക്രമക്കേടുകളോ അല്ലെങ്കിൽ വില കുറഞ്ഞ കൊട്ടേഷൻ കൊടുത്തിട്ട് നിരക്ക് പറഞ്ഞു കൊടുത്തിട്ട് മായം ചേർന്ന നെയ്യ് വന്നു എന്നുള്ളതാണ്. ഇപ്പം നെയ്ക്കകത്ത് പെട്രോളിയം ജെല്ലി വരെ ചേർക്കുന്നുണ്ട്. നമ്മൾ കാണും നെയ്യുടെ അതേ നിറത്തിയിരിക്കുന്ന പെട്രോളിയം ജെല്ലി നെയ്ക്കകത്ത് ചേർക്കുന്നുണ്ട്. മാർക്കറ്റിൽ വാങ്ങുന്ന പല നെയ്യും ശുദ്ധമല്ല, വ്യാജനാണ്. അത് എത്ര പേർക്കറിയാം? പല ലാഭപരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ എന്തായാലും ജഗൻമോഹൻ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. അത് മുതലെടുക്കാൻ രാഷ്ട്രീയ പ്രതിയോഗി എന്ന നിലയിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആഞ്ഞു ശ്രമിക്കുകയും ചെയ്യും. ഇതൊരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഹിന്ദു പരിഷത്തും അതുപോലെയുള്ള ഹൈന്ദവ സംഘടനകളും ഭയങ്കരമായിട്ട് ഞെട്ടൽ ഇതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ലഡുവിൻ്റെ ചില വിശേഷങ്ങൾ പറയാം. തിരുപ്പതിയുടെ ഏറ്റവും വളരെ പ്രസിദ്ധമായ ഈ പ്രസാദത്തിൻ്റെ വിശേഷങ്ങൾ. ഒരു ലഡുവിന് വില 40 രൂപയാണ്. ഒരു ലഡുവിൻ്റെ വില തിരുപ്പതിയിൽ വാങ്ങുന്നതിന് 40 രൂപ കൊടുക്കണം. ഇനി ഒരു ദിവസം 3.5 ലക്ഷം ലഡുവാണ് തിരുപ്പതിയിൽ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 3.5 ലക്ഷം ലഡു. അതിന് ഒരു ദിവസം പ്രതിദിനം ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ലഡു ഉണ്ടാക്കാൻ അതിന് ഉപയോഗിക്കുന്നത് 500 കിലോയോളം നെയ്യ്. ഒരു ദിവസം 500 കിലോയോളം നെയ്യ് ഉപയോഗിക്കുന്നു. നന്ദിനിയോ മറ്റേത് ബ്രാൻഡോ ആയിക്കോട്ടെ. അപ്പം നെയ്യ് 500 കിലോ വേണം. അതേപോലെ കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, അത് 750 കിലോ വേണം ഒരു ദിവസത്തേക്ക് ഈ 3.5 ലക്ഷം ലഡു ഉണ്ടാക്കാൻ. പിന്നെ മാവ്, ലഡു ഉണ്ടാക്കാവുന്ന കടലമാവ്, അതിൻ്റെ ആ ഒരു സങ്കരയിന് മാവ് ചേർക്കുന്നതിന് 500 കിലോ അത് വേണം, മാവ് വേണം ഒരു ദിവസത്തേക്ക്. പിന്നെ ഏലയ്ക്ക, 200 കിലോ ഏലയ്ക്ക ഒരു ദിവസത്തേക്ക് വേണം 3.5 ലക്ഷം ലഡു ഉണ്ടാക്കാൻ. അപ്പോൾ ഏലക്കയിലെ കീടനാശിനി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ. പക്ഷേ ഈ ബീഫിൻ്റെയും പന്നിയുടെയും മൃഗക്കൊഴുപ്പ് ലഡുവിൽ കണ്ടെത്തിയത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അത് വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരു വലിയ സംഭവമാണത്. അത് അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ് തീരുമാനം. അങ്ങനെ വേണം. ഇതിനകത്ത് എന്താ സംഭവിച്ചേ എന്ന് അറിയട്ട് നാട്ടുകാരും വിശ്വാസികളും എല്ലാവരും അറിയേണ്ടതുണ്ട്. എന്തായാലും നന്ദിനിയുടെ നെയ്യ് വീണ്ടും വന്നു തുടങ്ങി തിരുപ്പതിയിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന ലഡു മായം ചേരാത്തതാണെന്ന് ഇവിടെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഈ തിരിമറി ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ അത് പുറത്ത് വരേണ്ടതുമാണ്. അതാണ് തിരുപ്പതിയിലെ ഈ പറയുന്ന ലഡു വിശേഷം എന്ന് പറയുന്നത്.